ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാഫ്റ്റ് വെബ്സിലേക്ക് വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ 6th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് 10th ചാപ്റ്റർ ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ കാര്യമായിട്ടും എക്സോസ്കെലറ്റൻ, എൻഡോസ്കെലറ്റന്, മനുഷ്യരുടെയും ഓർഗാനിസംസിനുടെയും സ്കെലറ്റൻസ് ആണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. പിന്നെ ലോങ്സ്റ്റ് ഏതാ, ലാർജസ്റ്റ് ഏതാ, സ്ട്രോങ്സ്റ്റ് ഏതാ, ലോവസ്റ്റ് ഏതാ, ബോൺസ് നമ്മുടെ ബോഡിയിലെടുത്ത് ഇതാണ് പ്രാധാന്യമായിട്ടും പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീട്ടിൽ അയ്യോ ഇനി എക്സാം എഴുതാണല്ലോ നമ്മൾ അങ്ങനെ ടെൻഷൻ ആവില്ല. അപ്പം നമ്മുടെ ഫ്രണ്ട്സിന് ഞാൻ ലിങ്ക് അയച്ചു തരാം. ഇപ്പം അയച്ചു തരാം, നീ പോവരുത് ഗൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് അയച്ചു കൊടുക്കാം. എൻ്റെ വീഡിയോ അയച്ചു കൊടുക്കാം. നിങ്ങൾ കപ്പ് വാങ്ങണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാവരും 10th ചാപ്റ്റർ ഫോർ ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് എടുത്തിട്ട് അതിൽ ഇഫ് ടോർട്ടോയിസ് ഡിഡ് നോട്ട് ഹാവ് ദിസ് ഷേപ്പ്, അതേമാതിരി പിക്ചർ കാണുന്നത് ഫോക്സിൻ്റെയും ഒരു ടോർട്ടോയിസിൻ്റെയും പിക്ചറാണ്. എന്താണ് പറയുന്നത്? ഇഫ് ടോർട്ടോയിസ് ഡിഡ് നോട്ട് ഹാവ് ദിസ് ഷേപ്പ്, ഈ ആമയ്ക്ക് ഈ പുറംതോടില്ലായിരുന്നുവെങ്കിൽ, അപ്പോൾ ടോർട്ടോയ്സ് എന്താ പറയുന്നത്? യു തിങ്ക് ദിസ് ഹെൽമെറ്റ് ഈസ് വർക്ക്ലെസ് ഫോർ മീ, നീ എന്ത് വിചാരിച്ച് ഈ ഹെൽമെറ്റ് എനിക്ക് ഉപയോഗപ്രദമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ താഴെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. വൈ കാൻ ദി ഫോക്സ് സീ ദി ടോർട്ടോയ്സ്, എന്തുകൊണ്ടാണ് കുറുക്കൻ ആമയെ കഴിക്കാൻ പറ്റുന്നത്? ടോർട്ടോയ്സ് ഹാവ് ഔട്ടർ ഷെൽ, ആമയ്ക്ക് പുറംതോടുള്ളതിനാൽ. ആർ ദർ അതർ ഓർഗാനിസംസ് ദാറ്റ് പോസസ് ഔട്ടർ ഷെൽസ് ലൈക്ക് ദാറ്റ് ഓഫ് ദി ടോർട്ടോയ്സ്, മറ്റു ഓർഗാനിസംസിനും ടോർട്ടോയ്സിനെ പോലെ പുറംതോടുകളുണ്ടോ? അതെ, യെസ്. ഹൗ ഡു ഹാർഡ് ഷെൽസ് ഹെൽപ്പ് ആനിമൽസ് ഹെൽപ്പ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്? ഷെൽസ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദി ബോഡി പാർട്സ്. ആനിമൽസിനെ പുറംതോടി എങ്ങനെയെല്ലാം സഹായിക്കും? ആനിമീസ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് എസ്കേപ്പ് ആവാനും അതുപോലെ തന്നെ ബോഡി പാർട്സിനെ സംരക്ഷിക്കാനും ഷെൽസ് ഉപയോഗപ്രദമാണ്. അപ്പോൾ നോട്ട് ചെയ്യേണ്ടത്, ഈ ഒരു ഭാഗത്ത് നോട്ട് ചെയ്യേണ്ടത് തേർഡ് ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറാണ്. ഹൗ ഡു ഹാർഡ് ഷെൽസ് ഹെൽപ്പ് ആനിമൽസ് ഹെൽപ്പ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്? ഷെൽസ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദി ബോഡി പാർട്സ്. ഇനി പേജ് നമ്പർ 125 എടുത്തെന്ന് വിചാരിക്കുന്നു. ഇനി ഒബ്സർവ് ദി പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഷെൽസ് ഓഫ് ദീസ് ഓർഗാനിസംസ്. താഴെ 7 ഓർഗാനിസംസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആദ്യത്തേത് ബീറ്റിൽ, പ്രോൺസ്, ഓയ്സ്റ്റേഴ്സ്, സ്നേൽ, ക്രാബ്, കോക്രോച്ച്, സെന്റിപെഡ്. ബീറ്റിൽ എന്ന് പറഞ്ഞാൽ വണ്ട്, പ്രോൺസ് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ, ഓയ്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കല്ലുമ്മക്കായി, നമ്മൾ കേൾക്കുന്നതാണ് ഈ കല്ലുമ്മക്കായി. പിന്നെ സ്നെയില് കൊച്ച്, ക്രാബ് ഞണ്ട്, കോക്രോച്ച്, സെന്റിപെഡ് ചേരട്ട. സെന്റിപെഡ് എന്ന് പറഞ്ഞാൽ ചേരട്ട. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ഫോർ ഷേപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ. സ്നെയിൽ, ബീറ്റിൽ, ക്രാബ്, ഓയ്സ്റ്റേഴ്സ് എക്സെട്ര ഹാവ് ഹാർഡ് ഷെൽസ്. സ്നെയിലിനും ബീറ്റിലിനും ക്രാബിനും ഓയ്സ്റ്റേഴ്സിനും ഒച്ചിനും വണ്ടിനും ഞണ്ടിനും കല്ലുമക്കായ്ക്കും കട്ടിയുള്ള പുറംതോടുകളാണ്. The shells of centipede, millipede, etc. are comparatively less hard. Centipede എന്ന് പറഞ്ഞാൽ ചേരട്ട, millipede എന്ന് പറഞ്ഞാൽ പുയര. ഇവയ്ക്ക് 2 പേർക്കും ലെസ് ഹാർഡ് ആണ്, വളരെ കട്ടി കുറഞ്ഞ പുറംതോടുകളാണ് ഇവയ്ക്കുള്ളത്. Shells help to protect the body parts, provide shape and help to escape from enemies. ഷെൽസ് നമ്മുടെ ബോഡിയിലെ പാർട്സ് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുകയും പിന്നെ എനിമീസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അവിടെ ദീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ദീസിൽ എസും എയും വെട്ടിയിട്ട് ദ എന്നാക്കണേ. ദ കവറിങ്സ് ഇൻ ദി ഔട്ടർ സർഫേസ് ഓഫ് ദി ബോഡി ആർ കോൾഡ് എക്സോസ്കെലറ്റൻ. സ്കെൽസ് ഓഫ് ഫിഷസ് ആൻഡ് reptiles, feathers of birds, hairs, horns, hooves and nails of animals are all remnants of the exoskeleton. The coverings in the outer surface of the body are called exoskeleton. അപ്പോൾ
ഈ പുറംതോടിനാണ് നമ്മൾ പറയുന്നത്, പുറംതോടിന് നമ്മൾ എക്സോസ്കെലറ്റൻ എന്ന് പറയുന്നു. ആനിമൽസിന് ഞാൻ സ്കെയിൽ ഓഫ് ഫിഷസ് ആൻഡ് റെപ്റ്റൈൽസ്, ഫെദേഴ്സ് ഓഫ് ബേർഡ്സ്, ഹെയർസ്, ഹോൺസ്, ഹോസ് ആൻഡ് നെയിൽസ് ഓഫ് ആനിമൽസ് ആർ ഓൾ remnants ഓഫ് ദി എക്സോസ്കെലറ്റൻ. ഈ ആനിമൽസിൻ്റെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എക്സോസ്കെലറ്റൻ ആണ്. ഇനി താഴെ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ആർ ദി ഔട്ടർ ഷെൽസ് ഓഫ് ഓൾ ഓർഗാനിസംസ് ദി സെയിം? എല്ലാ ഓർഗാനിസംസിനും ഒരുപോലുള്ള പുറംതോടാണോ? അല്ല. സെന്റിപ്പഡിനും എല്ലിപ്പഡിനും വളരെ കട്ടി കുറഞ്ഞ പുറംതോടും, ഞണ്ടിനും ഓയ്സ്റ്റേഴ്സിന് കല്ലുമക്കായ്ക്കൊക്കെ നല്ല കട്ടിയുള്ള പുറംതോടുമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദി എക്സോസ്കെലറ്റൻ ഓഫ് സെന്റിപ്പഡ് ആൻഡ് മില്ലിപ്പഡ് ഡിഫർ ഫ്രം അതേഴ്സ്? എന്തുകൊണ്ടാണ് മില്ലിപ്പഡിൻ്റെയും സെന്റിപ്പഡിൻ്റെയും എക്സോസ്കെലറ്റൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം? ആൻസർ, കമ്പാരിറ്റീവ്ലി ലെസ് ഹാർഡ്. മറ്റുള്ളവരിൽ നിന്ന് വളരെ കട്ടി കുറഞ്ഞ പുറംതോടുകളാണ് സെന്റിപ്പഡിനും മില്ലിപ്പഡിനും ഉള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, what is the relation between the exoskeletons of animals and their shapes? ആനിമൽസിൻ്റെ എക്സോസ്കെലറ്റനും ഷേപ്പിനും ആ രണ്ട് കാര്യങ്ങളുടെ റിലേഷനാണ് പറയുന്നത്. പ്രൊവൈഡ്സ് ഷേപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദിസ് എക്സോസ്കെലറ്റൻസ് ഹെൽപ്പ് അനിമൽസ്? ഈ അനിമൽസിനെ എക്സോസ്കെലറ്റൻ എങ്ങനെയെല്ലാം സഹായിക്കുന്നു? ഷെൽസ് ഹെൽപ്പ് ടു പ്രൊട്ടക്ട് ദി ബോഡി പാർട്സ്. പുറംതോടുകൾ ബോഡി പാർട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്യേണ്ടത്, ഈ പേജിൽ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് പേജിൽ തേർഡ് ക്വസ്റ്റ്യനും സെക്കൻഡ് പേജിൽ ആ ബോക്സ് വേണ്ട, താഴെ 4 ക്വസ്റ്റ്യൻസിൽ അത് ആ ബോക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ 4 ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യണം. ഇനി അടുത്തത് നോക്കാം. കളർ ഡൈവേഴ്സിറ്റി ഇൻ എക്സോസ്കെലറ്റൻ. അടുത്ത ബോക്സാണ് കളർ ഡൈവേഴ്സിറ്റി ഇൻ എക്സോസ്കെലറ്റൻ. The beautiful patterns and colors in the exoskeletons make many organisms very attractive. This attractiveness becomes a threat to their existence too. Man captures these organisms without any concern for them. Many of such organisms are facing the threat of extinction. അപ്പോൾ ഇവിടെ താഴെ സ്റ്റാർ ടോട്ടോയ്സും ഗോൾഡൻ പീറ്റിലും, ഒരു ടോട്ടോസിൻ്റെ പുറംതോട് ഓറഞ്ച് കളറിൽ സ്റ്റാർ ഷേപ്പിലുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു പുറംതോടും, അതുപോലെ മറുഭാഗത്ത് സുവർണ പുറംതോടുള്ളൊരു വണ്ടുമാണ്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്യൂട്ടിഫുൾ പാറ്റേൺസും കളർ കോമ്പിനേഷൻസും ഈ പല ഓർഗാനിസംസിനും നല്ല നമ്മളിപ്പോൾ കാണുകയാണെങ്കിൽ നമുക്കൊരു ആകർഷണം തോന്നണമെങ്കിൽ ഇവർക്ക് ഈ പുറംതോടുണ്ടാകും. ഇവർക്ക് ഈ ബ്യൂട്ടിഫുൾ പാറ്റേൺസ് കളർ കോമ്പിനേഷനുള്ള പുറംതോടുള്ളതിനാലാണ്. പക്ഷേ അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മനുഷ്യർ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ പാറ്റേൺസ് കളർ കോമ്പിനേഷനുള്ള ഈ ഓർഗാനിസംസിനെ അവർ വിൽക്കാൻ കൊണ്ടുപോകുമായിരുന്നു. ഒരുപാട് ഇതുപോലെ ബ്യൂട്ടിഫുൾ ഷെൽസ് ഉള്ള ഒരുപാട് ഓർഗാനിസംസ് ഇപ്പോൾ ഇല്ലാതാകുന്നുണ്ട്. മനുഷ്യരുടെ ശ്രദ്ധക്കുറവ് കാരണം, മനുഷ്യരുടെ അമിതമായ ഉപയോഗം കാരണം. To give shape. Cockroach and lizard are two small creatures always found in our houses. Aren't they? Or their skeletons alike. കോക്രോച്ച് പല്ലിയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് വസിച്ചു വരുന്ന 2 ചെറിയ ക്രിയേച്ചേഴ്സ് ആണ്. അവിടെ സ്കെലറ്റൻ എങ്ങനെയുള്ളതായിരിക്കും? പേജ് നമ്പർ 126 എടുത്തേ. Draw the skeleton of a lizard in the following picture. അവിടെ ഒരു ലിസാർഡിനെ കാണുന്നുണ്ട്. അതിൻ്റെ മറുഭാഗത്ത് ലിസാർഡിന് ഒന്നും ഇല്ലാത്തതാണ്. അതിൻ്റെ ഉള്ളിൽ പല്ലിയുടെ സ്കെലറ്റൻ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ വരയ്ക്കണം, അതും നോട്ട് ചെയ്യണം. പിന്നെ 125 ഞാൻ പറയാൻ മറന്നു. 125 ഇനിയൊന്നുമില്ല. ഇനി അടുത്തത്, let us familiarize ourselves with skeletons. The figures of skeletons of different organisms are given below. Observe the figures and identify the organisms to which they belong.
താഴെ ആറ് ഓർഗാനിസംസിന്റെ സ്കെലറ്റൻസ് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അവയെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അത് ഏത് ഓർഗാനിസം ആണെന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നോക്കാം. ആദ്യത്തെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, പോണെ, ആ കൂർത്ത കോമ്പും പിന്നെ തലയും കണ്ടാൽ മനസ്സിലാവും അത് കൗ, അത് പശുവാണ്. അടുത്തത് ഗോട്ട്, ആട്. പിന്നത്തത് കാറ്റ്, പൂച്ച. അടുത്തത് ക്രെയിൻ, കൊക്ക്. പിന്നത്തത് ലിസാർഡ്, പല്ലി. അടുത്തത് ഫിഷ്, നിമിഡ്. ഫിഷിനെ നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നതാണ്. ഇത് വളരെ ഈസിയാണ്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ വളരെ ഈസിയാണ്. ഇനി അടുത്ത നോക്കിക്കേ. We have learned that outer shells are the exoskeletons. ഈ പുറംതോടിനാണ് എക്സോസ്കെലറ്റൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചു. If so, what do we call the skeleton seen inside the body? ഒരു ബോഡിയുടെ ഉള്ളിലുള്ള സ്കെലറ്റൻ നമ്മൾ എന്ത് പറയും? ആ ബോക്സിലുണ്ട്. In cow, goat, etc. The skeleton is seen inside the body. This is called endoskeleton. അപ്പോൾ in cow, goat, etc. എന്ന് വേണ്ട, ദ മുതൽ എൻഡോസ്കെലറ്റൻ വരെ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. The skeleton is seen inside the body. This is called endoskeleton. ഒരു ബോഡിയുടെ അകത്ത് കാണപ്പെടുന്ന സ്കെലറ്റനെയാണ് എൻഡോസ്കെലറ്റൻ എന്ന് പറയുന്നത്. പുറം ഭാഗത്ത് കാണുന്നതിനാണ് എക്സോസ്കെലറ്റൻ, ഉൾഭാഗത്ത് കാണുന്നതിനാണ് എൻഡോസ്കെലറ്റൻ. ഇനി അടുത്തത് നോക്കിക്കേ, പേജ് നമ്പർ 127. A cow has an endoskeleton. What would have been the shape of the cow if it had no skeleton? In which way do skeletons help animals? Write down the findings in your science diary. അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞത്. അത് അത്രയല്ലേ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പക്ഷേ ബോൺസ് പ്രൊവൈഡ് ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് ടു ദി ബോഡി. They also help in movement. ബോൺസ് നമ്മുടെ ബോഡിക്ക് സ്ട്രെങ്ത്തിനും ഷേപ്പിനും ബോൺസ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേണ്ടി കൈ അനക്കണമെങ്കിൽ അത് ബോൺസിൻ്റെ ഹെൽപ്പാണ്. അതുപോലെ തന്നെയാണ് ബോൺസ് മൂവ്മെൻറ്റ്സിനും ഷേപ്പിനും സ്ട്രെങ്ത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തത്, ഇപ്പോൾ നമ്മൾ ഓർഗാനിസംസിൻ്റെ സ്കെലറ്റനാണ് പഠിച്ചത്. ഇനി നമ്മൾ ഹ്യൂമൻ സ്കെലറ്റനെയാണ് പഠിക്കുന്നത്. We have familiarized ourselves with the skeletons of various animals. We also have a skeleton. Learn the position and shape of different bones in our body by touching. Now try to draw the structure of your skeleton in the following sketch. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. മേലെ പറഞ്ഞ ഞാൻ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഏതൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ പേജ് നമ്പർ 127 രണ്ട് ഹ്യൂമൻസിനെ കാണാം. ഒന്ന് സ്കിന്നും ഹെയറൊക്കെ ഉള്ള ഒരു ഹ്യൂമനും, മറുഭാഗത്ത് നമ്മളെ ലിസാർഡിലെ സ്കെലറ്റൻ വരയ്ക്കുന്ന പോലെ തന്നെ മറുഭാഗത്ത് ഒന്നുമില്ലാത്ത ഒരു ഹ്യൂമൻ ബോഡിയാണ് കാണുന്നത്. അത് നമ്മൾ സ്കെലറ്റൻ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്കെലറ്റൻ വരയ്ക്കുക. വേണമെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, അത് നിർബന്ധമൊന്നുമില്ല. ഇനി അടുത്തത്, there's the diagram you have drawn on the basis of the given indicators. Bones of various parts of the body included in the diagram. Have you drawn the size and shape of the bones correctly? Are the protective measures of the heart, brain and lungs properly included in the diagram you have drawn? ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ ഇതെല്ലാം വരച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പേജ് നമ്പർ 128 എടുത്ത്. പേജ് നമ്പർ 128 examine the pictures of bones of various parts of the human body. അവിടെ നമ്മൾ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലാണ്. ഒന്ന് നമ്മുടെ ഹെഡ്, നമ്മുടെ സ്കള്ളാണ് ഇതിന് പറയാം, സ്കൾ. പിന്നെ റിബ്സ്, നമ്മൾ ഇവിടെ ഉള്ളതാണ് റിബ്സ്. ബോൺസ് ഓഫ് ദി ഹാൻഡ്, ഇതാണ് ഈ ബോൺസ് ഓഫ് ദി ഹാൻഡ്. പിന്നെ അടുത്തത് വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളം നമ്മുടെ നട്ടലിനാണ് വെർട്ടിബ്രൽ കോളം എന്ന് പറയുന്നത്. List the characteristics and functions of the bones you have observed. ബോൺ
ക്യാരക്ടറിസ്റ്റിക്സ് യൂസ്. ഇപ്പോൾ ബോണിൽ സ്കൾ, റിബ്സ്, വെർട്ടിബ്രൽ കോളം, ബോൺസ് ഇൻ ദി ഹാൻഡ്, ബോൺസ് ഇൻ ദി ലെഗ്. സ്കളിൽ വെയിറ്റാന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. ആ ബോക്സ് വരക്കണമെന്നില്ല. സ്കളിൻ്റെ നേരെ, റിബ്സിൻ്റെ നേരെ, വെർട്ടിബ്രൽ കോളത്തിൻ്റെ നേരെ, ബോൺസ് ഇൻ ദി ഹാൻഡ്, ബോൺസ് ഇൻ ദി ലെഗ്. അതിൻ്റെ നേരെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് സ്കളിൽ ഇപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഴുതാനുള്ളത്. പിന്നെ അതുകൊണ്ട് ഉള്ള യൂസ് ആണ് എഴുതാൻ പറയുന്നത്. ചെറിയ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ എന്തായെന്ന് പറഞ്ഞിന്, സ്കളിൻ്റെയും പിന്നെ നമ്മുടെ ബോഡി പാർട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുകൊണ്ടുള്ള യൂസും അല്ലേ. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്യൂ. സ്കൾ നോട്ട് ചെയ്യണം കേട്ടോ. The skull composed of some bones closely together. Only the lower jaw is movable. It is forms as cavity for brain. So അവസാനത്തെ ലൈന് മൈൻഡ് ചെയ്യണ്ട. It is forms a cavity for brain. അത് നിങ്ങൾ നോട്ട് ചെയ്യണ്ട. The skull composed of some bones closely together. ചെറിയ ബോൺസ് ഒരുമിച്ച് കൂടിയതാണ് സ്കള്. ഓൺലി ദ ലോവർ ജോ ഇസ് മൂവബിൾ. ലോവർ ജോ എന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ടല്ലോ, ഈ ലോവർ ജോ, അതാണ് ലോവർ ജോ. അത് മാത്രമേ നമ്മുടെ മൂവബിൾ ഉള്ളൂ. കണ്ടോ, നമ്മളിങ്ങനെ ഇതാക്കിയല്ലേ കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഓൺലി ലോവർ ജോ മൂവബിൾ. ഇനി അടുത്തത് അതിൻ്റെ യൂസ്, ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ബ്രെയിൻ, പ്രൊവൈഡ് സ്ട്രക്ചർ. നമ്മളുടെ തലച്ചോറിനെ സംരക്ഷിക്കുകയും അതുപോലെ സ്ട്രക്ചർ, പ്രൊവൈഡ് സ്ട്രക്ചർ. പിന്നെ അടുത്തത് റിബ്സ് ആണ്. റിബ്സ് നമ്മുടെ ഇവിടെ കാണുന്നതാണ്. ഈ വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടുള്ളതാണ്. വയറിൻ്റെ ഇവിടെയാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: 12 pair of curved bones form a cage-like structure. 12 പേര് മറ്റു വളഞ്ഞുള്ള ബോൺസ് ക്ലോസ്ലി ടുഗദർ ആയിട്ടുള്ളതാണ്. നിങ്ങൾ ആ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും. 12 പെയർ, രണ്ട് സൈഡിലും 12 പെയേഴ്സ് കേർഡ് വളഞ്ഞ ബോൺസ് ആണുള്ളത്. പിന്നെ യൂസ്, അതുകൊണ്ടുള്ള യൂസ് പ്രൊട്ടക്ട് ലങ്സ് ആൻഡ് ഹേർട്ട്. ലങ്സിനെയും ഹേർട്ടിനെയും അത് പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനി വെർട്ടിബ്രൽ കോളം നട്ടലാണ്. Like many bones joined together into one bone shape, also known as backbone. ഒരുപാട് ചെറിയ ബോൺസ് കൂടി ചേർന്നതാണ്. അതും ഒരൊറ്റ ഇപ്പം ഇതിങ്ങനെ വെർട്ടിബ്രൽ കോളം നേരെയുള്ളൊരു ലൈനല്ല, അത് ഇവിടുന്ന് ഇങ്ങനെ കേർവ്ഡ് ആയിട്ടുള്ള ഒരു ലൈനാണ്. നിങ്ങൾ ആ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. അതിമേ ഒരുപാട് ചെറിയ ബോൺസ് കൂടി ചേർന്നതാണ് ഈ വെർട്ടിബ്രൽ കോളം. അതിനെ നമ്മൾ ബാക്ക് ബോൺ എന്നും പറയും. അതിൻ്റെ യൂസ് പ്രൊട്ടക്ട്സ് സ്പൈനൽ, കീപ്സ് ദി കോഡ് ബോഡി. Bones in hand, they are large and small in size. Small bones in finger. ഹാൻഡ് ലാർജും ആണ്, പക്ഷെ സ്മോൾ ഇൻ സൈസും ആണ്. അതുപോലെ ചെറിയ ബോൺസ് ആണ് ഈ ഫിംഗേഴ്സിലുള്ളത്. പിന്നെ അടുത്തത് ബോൺസ് ഇൻ ലെഗ് ആണ്.
ബോൺസ് ലെഗിലും അതുപോലെ തന്നെ they are large and small in size. ഹാൻഡ്സിനെ പോലെ തന്നെയാണ്, ലാർജും ആണ്, സ്മോൾ ഇൻ സൈസും ആണ്, സ്മോൾ ബോൺസും ആണ് അതിൻ്റെ ഫിംഗേഴ്സിലുള്ളത്. പിന്നെ അതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദി ലെഗിന് മൂവ്മെൻറ്റിന് അത് സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ കാലനക്കണമെങ്കിൽ ആ ജോയിൻറ്റ്സ് വേണം. ഇനി അടുത്തത് ഏതാണ്? നമ്മൾ ടേബിളിൽ നോട്ട് ചെയ്തു. ഇനി ഹൗ ഡു ദ ബോൺസ് ഓഫ് ദി ഹ്യൂമൻ ബോഡി ഡിഫർ ഇൻ ദെയർ സൈസ് ആൻഡ് ഷേപ്പ്? How do the bones of the human body differ in their size and shape? No, according to their use, the size and shape of the bones differ. According to their use. അതിൻ്റെ യൂസ് കാരണം the size and shape of the bones differ. സൈസും ഷേപ്പും ഡിഫർ ആവുന്നു, വ്യത്യാസപ്പെടുന്നു. What is the significance of the skull? സ്കള്ളിൻ്റെ സിഗ്നിഫിക്കൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതായത് ഇതിൻ്റെ യൂസ് എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ഫോർ ബ്രെയിൻ. തലച്ചോറിന് പ്രൊട്ടക്ഷൻ നൽകുന്നു. ഇനി എന്താണ്? യൂത്ത് എസ്കേപ്ഡ്. കൊച്ചി, a lorry hit on a two-wheeler. The passenger fell on the road, but his head was not injured as he was wearing a helmet. His hands and legs were severely injured. ഒരു ടൂ വീലർ വാഹനക്കാരന് ഒരു ലോറി തട്ടിയപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ റോഡിൽ വീണു. പക്ഷേ തലയ്ക്ക് സാരമായി പരിക്കേറ്റില്ല, കാരണം ഹെൽമെറ്റ് ധരിച്ചിരുന്നു. എന്നാൽ കൈകൾക്കും കാലുകൾക്കും സാരമായി പരിക്കേറ്റിരുന്നു. Why do two-wheeler riders have to wear helmets? എന്തുകൊണ്ടാണ് ടൂ വീലർ റൈഡേഴ്സ് ഹെൽമെറ്റ് ധരിക്കുന്നത്? നമുക്ക് നോക്കാം. Helmet protects head from severe injuries that may prove to be life-threatening. എന്താ പറയുന്നത്? Why do two-wheeler riders have to wear helmets? Helmet protects head from severe injuries that might prove to be life-threatening. ഹെൽമെറ്റ് തലയെ സാരമായ പരിക്കുകളിൽ നിന്ന് സംരക്ഷിക്കുകയും അതുപോലെ ലൈഫ് ത്രെറ്റനിങ്ങിൽ നിന്ന് എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിൽ നിന്നുള്ള തലയുടെ സാരമായ പരിക്കുകളിൽ നിന്ന് ഹെൽമെറ്റ് നമ്മെ സംരക്ഷിക്കുന്നു. ഇനി 129 131 132 133 നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ക്ലാസ് ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ക്ലാസ് വീഡിയോ ആയിക്കോട്ടെ, രണ്ടിലും ഒരുപാട് ആ ചാപ്റ്റർ മൊത്തം പഠിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ യൂത്ത് എസ്കേപ്പ് വരെ പഠിച്ചു. ഇനി യൂത്ത് എസ്കേപ്പ് അല്ല, ഹെൽമെറ്റ് എന്തിനാണ് വേറെ, അവിടെ വരെ പഠിച്ചു. ഇനി അങ്ങോട്ട് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനെ എക്സാം വരാണല്ലോ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഒരിക്കലും കാണാൻ മറക്കരുത്. കാരണം നമ്മളിതിപ്പോൾ എല്ലാം നോട്ട് ചെയ്തു. ഏതൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത് ഒന്നും കൂടെ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ട് ക്ലാസ് നിർത്താം. അപ്പോൾ ഫസ്റ്റ് പേജ് എടുത്ത് അതിൽ 3rd ക്വസ്റ്റ്യൻ എഴുതാം. പിന്നെ 125 ആ ബോക്സിൽ the coverings in the outer surface of the body are called exoskeleton. അതൊന്ന് അണ്ടർലൈൻ, അത് നോട്ട് ചെയ്യുക. അത് മാത്രം. പിന്നെ താഴെ കൊടുത്ത 4 ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യുക. പിന്നെ 126 ആ ലിസാർഡിൻ്റെ സ്കെലറ്റൻ ഒന്ന് പിക്ചറൈസ് ചെയ്തോളൂ. പിന്നെ ഒരു എൻഡോസ്കെലറ്റൻ ആ ബോക്സിൽ ആ ക്വസ്റ്റ്യന് വാട്ട് മുതൽ ബോഡി വരിക ആ ബോക്സിലാണ് ആൻസർ. അത് ദ സ്കെലറ്റൻ മുതൽ എൻഡോസ്കെലറ്റൻ വരെയും എഴുതാം. പിന്നെ 127
In which ways those items help and will ആദ്യം എഴുതുക. എന്നിട്ട് ആ ബോക്സ് എഴുതാം. അടിയിൽ കൊടുത്ത ഓറഞ്ച് ബോക്സ് എഴുതാം. പിന്നെ 128 വേണമെങ്കിൽ ആ ബോക്സ് എഴുതാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, അത് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ അപ്പം പറഞ്ഞിരുന്നു, ഇനി ഞാൻ റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല. നമ്മൾ ഇനി ഒരുപാട് പറഞ്ഞത് നമുക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് റിപ്പീറ്റ് അടിച്ച് പറയുന്നില്ല, കൺഫ്യൂസ് ആവും. നേരത്തെ പറഞ്ഞ് ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അത് എഴുതണം ആ ബോക്സ്. പിന്നെ താഴെ കൊടുത്ത 2 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സും ഞാൻ പറഞ്ഞു തന്നിരുന്നു. അത് നോട്ട് ചെയ്യാം. എന്നിട്ട് അടിയിൽ വൈ ഡു ടു വീലർ റൈഡേഴ്സ് ഹാവ് ടു വെയർ ഹെൽമെറ്റ്സ് അതും എഴുതാം. അതിൻ്റെ ആൻസർ ഹെൽമെറ്റ് പ്രൊട്ടക്ട്സ് ഹെഡ് ഫ്രം സിവിയർ ഇഞ്ചുറീസ്, അതാണ് അതിൻ്റെ ആൻസർ. അതും എഴുതുക. അപ്പോൾ ഈ അടുത്ത ക്ലാസ്സിലാകട്ടെ ഇനി വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബോൺസ് ഓഫ് മെനി കൈൻഡ്സ്, നമ്മുടെ ബോഡിയിൽ ഏതെല്ലാം തരം ബോൺസ്, പിന്നെ പ്രോപ്പർ പോസ്ചർ, നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ പോസ്ചർ, പിന്നെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ 130 ഒരു ബോക്സ് ഉണ്ട്, ഹൗ മെനി ബോൺസ്. അതുപോലെ ഫോർ മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ പിന്നെ ഒരു ബോക്സ് ഉണ്ട്, പാമി എൽബോ. പിന്നെ 131 ഒരു ബോക്സ് ഉണ്ട്. ഒരുപാടുണ്ട്. പിന്നെ സ്പ്ലിൻറ്റ് ഉണ്ട്, ഫ്രാക്ചർഡ് ഉണ്ട്, ബോൺ ഫ്രാക്ചർ ഉണ്ട്, ഫ്രാക്ചർഡ് ആണ്. എത്രയാണ് ഇനി പഠിക്കാനുണ്ട്. ഇപ്പോൾ ബേസിക് സയൻസ് പലരുടെയും കഴിഞ്ഞിട്ടില്ല, പലരുടെയും കഴിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. കഴിഞ്ഞവർക്ക് പിന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ പൂർത്തിയാക്കാനുണ്ടാവില്ലേ. ഈ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് എഴുതാം. ടീച്ചേഴ്സ് പറയും ക്വസ്റ്റ്യൻസ് എഴുതണം, ആൻസേഴ്സ് എഴുതണം, അത് നാളെ തന്നെ അടിക്കാൻ കിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. അപ്പോഴും ഈ ബേസിക് സയൻസ് എക്സാം കഴിഞ്ഞവർക്ക് ഇത് ഉപയോഗമാവും. അതുപോലെ തന്നെ എക്സാം കഴിയാത്തവർക്ക് ഈ വീഡിയോ കാണാനും, അതുപോലെ തന്നെ എല്ലാ എക്സാമും കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതാൻ കഴിയുമ്പോൾ അതിനും ഉപയോഗപ്രയോഗം. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഈ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ. ബൈ.